അതിക്രമം നിമിത്തം മുറിവേറ്റവനേ, എന്ന കൃത്യം നിമിത്തം തകർന്നോനേ, എനിക്കായി രക്ഷ നൽകിയോനേ, എന്നെ വീണ്ടെടുത്തവനേ, നിനക്കായി ഞാൻ എന്നെന്നും ജീവിക്കും. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 7-ാം അധ്യായം 2-ാമത് വാക്യം നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: നീ ജീവിച്ചിരിക്കേണ്ടതിന് എൻ്റെ കൽപ്പനകളെയും ഉപദേശത്തെയും നിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്തുകൊള്ളുക എന്ന വചനമാണ്. ഒരു മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന കണ്ണിൻ്റെ കൃഷ്ണമണിയെ സംരക്ഷിപ്പാനും സൂക്ഷിപ്പാനും വേണ്ടി ദൈവം വച്ചിരിക്കുന്നത് കൺപോളകളെയാണ്. കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് നേരെ കടന്നു വരുന്ന ഏത് പ്രതികൂലത്തെയും തടയുന്നതിനു വേണ്ടി എപ്പോഴും കൺപോളകൾ വളരെ ശ്രദ്ധാലുക്കളായി നിൽക്കുകയും കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് യാതൊരു കേടും വരാതിരിപ്പാൻ കൺപോളകൾ വളരെ സുരക്ഷിതമായി കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് വേണ്ടി കാവൽ നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാനായിട്ട് കഴിയും. സമാനമായി തന്നെയാണ് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നാം ജീവിച്ചിരിക്കേണ്ടതിനു വേണ്ടി ഒരു കൺപോള കണ്ണിൻ്റെ കൃഷ്ണമണിയെ എങ്ങനെ സൂക്ഷിക്കുന്നുവോ അതേ നിലയിൽ ഒരു ഭക്തൻ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ കാക്കുവാനും സൂക്ഷിക്കുവാനും ഇടയായിത്തീരേണ്ടതുണ്ടെന്ന് ഓർപ്പിക്കുക തന്നെയാണ്. ആ നിലകളിൽ ദൈവത്തിൻ്റെ വചനം നാം പ്രമാണിക്കുന്നു എങ്കിൽ, നാം അനുവർത്തിക്കുന്നു എങ്കിൽ ദൈവം നമ്മെയും സൂക്ഷിക്കുവാനിടയായിത്തീരുമെന്ന് ഓർപ്പിച്ചിട്ടുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്നും നിൻ്റെ വലം കയ്യാൽ രക്ഷിക്കുന്നവനായുള്ളവേ, നിൻ്റെ അത്ഭുത കാരുണ്യം കാണിക്കണമേ, കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ, എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിൻ്റെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ എന്നുള്ള വാക്കുകളാണ്. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ ഒരു കൺപോള കണ്ണിൻ്റെ കൃഷ്ണമണിയെ സൂക്ഷിക്കുന്നത് പോലെ നാം സൂക്ഷിക്കുന്നു എങ്കിൽ ദൈവം നമ്മെയും സൂക്ഷിക്കുവാനും നമ്മെയും കാക്കുവാനും ദുഷ്ടൻ്റെ കൈകളിൽ അകപ്പെടാതെ വണ്ണം നമ്മെ സംരക്ഷിപ്പാനും ദൈവം വിശ്വസ്തനാണെന്ന് ആഴമായി നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നതും നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന പ്രമാണങ്ങളും വ്യവസ്ഥകളും വളരെ വിശ്വസ്തയോടുകൂടി അനുസരിക്കുകയും അംഗീകരിക്കുകയും അതിനനുസൃതമായുള്ള ഒരു ജീവിതം നടത്തുകയും ചെയ്യുന്നു എങ്കിൽ ദൈവം നമ്മെയും ഏറ്റവും ശ്രേഷ്ഠമായ നിലകളിൽ സൂക്ഷിക്കുവാനിടയായിത്തീരുമെന്നുള്ള ഓർമ്മപ്പെടുത്തലും ആഴമായ അറിവുകളുമാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു കൺപോള കണ്ണിൻ്റെ കൃഷ്ണമണിയെ സൂക്ഷിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് അനുവർത്തിച്ചുകൊണ്ട് അതിൻ പ്രകാരം ജീവിക്കുന്നുവെങ്കിൽ നമുക്കും ജീവൻ്റെ മാർഗത്തിൽ നടക്കുവാനായിട്ട്, നമുക്ക് ജീവിച്ചിരുന്ന് ദൈവത്തിൻ്റെ മഹത്വം കാണുവാനായിട്ട് കാരണമായി തീരുമെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നവരും ആ തലത്തിൽ ജീവിക്കുന്നവരുമായി തീരുവാൻ നമുക്ക് ഉത്സാഹിക്കാം. അതിന് ദൈവം
എൻ്റെ കേൾവിക്കാരായ നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് അങ്ങയുടെ കൽപ്പനകളും ഉപദേശങ്ങളുമൊക്കെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. വചനത്തിൽ നിലനിൽക്കുന്നവരാക്കി ഞങ്ങളെ തീർക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.